Good evening. Good evening. Good evening. Okay, we can start. Anyone is ready to do prayer? Yes, Aruli. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. Thank you, ma'am. കൂടെ പാടാനും ഉണ്ടല്ലോ ആൾക്കാര്. രസമുണ്ടായിരുന്നു. 3 വയസ്സാവണുള്ളൂ. ആണോ? എന്താ ഇനി പറഞ്ഞോ? എന്നോടാണോ? Okay, fine. We can start. Okay. Very good morning. Good evening to all. Okay, please. We can start. I think കുറെ പേര് സെമിനാർ പറഞ്ഞിരുന്നു. ടോപ്പിക്സ് ഞാൻ ജസ്റ്റ് ഇപ്പൊ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല. കാരണം അതല്ലാത്ത ടോപ്പിക് ഞാൻ ഫസ്റ്റ് ഹാഫ് ആൻ അവർ എടുത്തിട്ട് ആ ടോപ്പിക് നിങ്ങൾ എടുക്കാലോ എന്ന് വിചാരിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു ടോപ്പിക്സ് ഒന്ന് പറയാമോ? മിസ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സൂപ്പർവിഷൻ അത് ഞാൻ എടുക്കുന്നത്. പിന്നെ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ അത് ആയിഷാന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞ് അങ്ങനെ ഒരു കുട്ടി എടുക്കുന്നത്. ആ 2 ടോപ്പിക്സ് അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കിയെന്ന് എനിക്കറിയില്ല. PGയുടെ എല്ലാ ടോപ്പിക്സും വളരെ സിമ്പിൾ ആണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ നമ്മുടെ കുട്ടികൾ ഒരു സ്കൂളിലോ കോളേജിലോ അങ്ങനെയൊക്കെ ജോയിൻ ആയ സമയത്തൊക്കെ നമ്മളിത് വായിച്ചു പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുമായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്കം എന്ന് പറയുന്നത് ഏതൊരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ റിസൾട്ട്, അവര് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് ചെല്ലുന്നു. ഇതാണ് ഏതൊന്നിന്റെയും ഔട്ട്കം. അല്ലാണ്ട് കുറച്ച് എന്താ പറയാ അമൂൽ ബേബീസ് സ്പൂൺ ഫീഡ് ചെയ്ത് ഒരേപോലത്തെ കുറെ മോഡൽസിനെ ഇറക്കുക എന്നുള്ളതല്ല ശരിക്കും എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അവനവനെ തന്നെ തിരിച്ചറിഞ്ഞ് സ്വന്തം പൊട്ടൻഷ്യൽ മനസ്സിലാക്കി സ്വന്തം സ്കില്ല് മനസ്സിലാക്കി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. സോ പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ പേജ് നമ്പർ 81 ആ ഒരു ഇതൊക്കെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ പറഞ്ഞു വന്നത് അതായിരുന്നു തോന്നുന്നു അല്ലെ? സൂപ്പർവൈസറുടെ ഓരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആള് ചെയ്യുന്ന ചില കാര്യങ്ങള് ഇതെല്ലാം എന്തോ കഴിഞ്ഞു. ഓക്കെ ഫൈൻ. പിൻ ചെയ്തിട്ടില്ലേ? അത് പക്ഷേ ഹോസ്റ്റ് ഞാനല്ല, നിങ്ങൾ ഓരോരുത്തർ സ്വയം എന്നെ പിൻ ചെയ്യേണ്ട വരുമായിരിക്കും. കാരണം വെച്ചാല് നമ്മുടെ റിച്ചോ ജസ്റ്റ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് ആള് ലീവ് ആയിട്ടുണ്ടാവും. വീട്ടിൽ ഈ സമയമല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവില്ല. നമ്മുടെ ബാക്കി 2 ടീച്ചർമാര് വരുന്ന സമയത്ത് ഉണ്ടാകും. പക്ഷെ അവര് ഹോസ്റ്റ് ആയിട്ട് തന്നെയാണല്ലോ കയറുന്നത്. ഞാൻ ഹോസ്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ പിൻ ചെയ്യേണ്ടി വരും. ശരി, പിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഞാനും എന്നെ തന്നെ ഇങ്ങനത്തെ കേസസിൽ ഞാൻ എന്നെ തന്നെ പിൻ ചെയ്യും. കാരണം അല്ലെങ്കിൽ എനിക്ക് ഇതാവില്ല. ജസ്റ്റ് പിൻ യുവേഴ്സെൽഫ്. മാം ഒരു മിനിറ്റ്. ആയിഷ എന്ന സെമിനാർ പറഞ്ഞിട്ടുണ്ടോ? ആയിഷയ്ക്ക് ഇന്ന് ക്ലാസ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമിനോട് പറയാൻ പറഞ്ഞു. നെക്സ്റ്റ് വീക്ക് എടുക്കാന്നും പറയാൻ പറഞ്ഞു. ഓക്കെ ഫൈൻ. സോ അപ്പൊ ആയിഷയുടെ ടോപ്പിക് നമുക്ക് അങ്ങനെ വെക്കാം അല്ലെ? ആയിഷ എടുക്കട്ടെ. എടുത്തതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. അത്രയും
നമ്മൾ പർപ്പസ് പറഞ്ഞു. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ മാത്രമേ നമുക്ക് ഇന്ന് സെമിനാർ ആയിട്ട് എടുക്കാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ബാക്കി ആഴ്ച എടുക്കാൻ പോകുന്നത് 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ ആണ്. അതിൽ ജസ്റ്റ് ഓരോന്നും എന്താന്ന് ഞാൻ പറയാം. ആയിഷ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ ആണ്. നമുക്ക് 7 C's 7 C's വരും. ഫസ്റ്റ് C വരുന്നത് കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം തുറന്ന ഒരു സംഭാഷണം അല്ലെ കോൺവെർസേഷൻ. ഓക്കെ, അത് രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലോ ആകാം. ആ ഒരു കാര്യത്തില് ഇൻഡിവിജ്വൽസ് തമ്മില് അവർക്ക് ഒരു തുറന്ന ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റും, പലപ്പോഴും അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും കാര്യങ്ങള് ഒന്നുകൂടെ ശരിയാക്കേണ്ടതുണ്ടോ, അങ്ങനെ റീതിങ്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൊഹീസീവ്നെസ് ആണ്. നിങ്ങൾ ആ 2 എന്നുള്ള പോയിന്റ് വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു സീയും കാണുന്നില്ല. ആക്ച്വലി ആ ഫുൾ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും കൊഹീസീവ്നെസ്. സൊസൈറ്റി ഓഫ് കൊഹിഷൻ കഴിഞ്ഞ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും. അവിടെ കോപ്പറേഷൻ അല്ലെ, സ്റ്റിക്കിംഗ് ടുഗദർ, എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്നു, എല്ലാവരും കൂടെ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നു, ടീം സ്പിരിറ്റ്. അതാണ് കൊഹീസീവ്നെസ് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിന്റെ ഒരു വി ഫീൽ അല്ലെ, വൺനെസ്, ഞങ്ങളെല്ലാം ഒന്നാണ്, ആ ഒരു ഫീൽ വരുന്നത്. അതാണ് കൊഹീസീവ്നെസ് വരുന്നത്. സെക്കൻഡ് C. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാനിങ് ഒക്കെ തെറ്റും. അതായത് എല്ലാ ലെവലിലും ഉള്ളവരെ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ലെവലിലും ഉള്ളവരെ ഇൻഫോം ചെയ്യണം. ആരെങ്കിലും 583 എന്തത് പേജ് നമ്പർ ആണ്? ഓക്കെ, യൂണിറ്റ് 5 അല്ലെ. ഓക്കെ, മോഡ്യൂൾ 4 യൂണിറ്റ് 5 പേജ് നമ്പർ 83, 84 ആണ് ഇപ്പൊ പറയുന്നത്. ജസ്റ്റ് ആയിഷ എടുക്കുന്നതിന്റെ ടോപ്പിക് ഞാൻ ജസ്റ്റ് അത് എന്താന്ന് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒരാൾ അറിഞ്ഞു മറ്റുള്ളവർ അറിഞ്ഞില്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പ്ലാനിങ് മുഴുവനും തെറ്റും. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത് എല്ലാം ചേരുന്നത്, ജോയിൻ ചെയ്യുന്നത്, ആർട്ടിക്കുലേഷൻ, ജോയിൻ എല്ലാം കൂടെ ചെയ്യും, ഇൻക്ലൂഡിങ് എവറിത്തിങ്. അതാണ് കോംപ്രിഹെൻസീവ് ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങളും അതിനകത്ത് വരും, ലൈക്ക് പല ഫാക്ടേഴ്സും അതിൽ വരും കോംപ്രിഹെൻസീവ്. പിന്നെ നെക്സ്റ്റ് ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് കാരണം ഇപ്പൊ ഒരു സബ്ജക്ട് എടുക്കുന്ന ടീച്ചർക്ക് ചിലപ്പോൾ അതിനെ വേറെയും പല കാര്യങ്ങളിൽ ടാലന്റ് ഉണ്ടാവും. അവരുടെ ഉള്ളിലുള്ള പല ഇൻബോൺ ടാലന്റ്സ്, പല ക്രിയേറ്റിവിറ്റി അത് പുറത്തേക്ക് കൊണ്ടുവരിക, അവരെ ട്രിഗർ ചെയ്യുക, അവർക്ക് അതിന് വേണ്ടുന്ന അവസരങ്ങൾ കൊടുക്കുക. അതാണ് സൂപ്പർവിഷൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരു മാത്സ് മാത്രം എടുക്കുന്നു, ടീച്ചർ മാത്സ് മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നില്ല. ആ ടീച്ചർക്ക് ചിലപ്പോൾ മ്യൂസിക്കിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം. ഇപ്പൊ സ്പെഷ്യൽ ഏതെങ്കിലും മാത്സിന്റെ ടെക്നിക്സ്, വേദിക് മാത്തമാറ്റിക്സ്, മാത്സ് അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് അറിയാമെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യിക്കാം. യോഗ അറിയാവുന്ന മാത്സ് ടീച്ചർ ആണെങ്കിൽ യോഗ ചെയ്യിക്കാം. അപ്പൊ ക്രിയേറ്റീവ്, അവരുടെ ടാലൻസ് എന്തൊക്കെയാണോ, ക്രിയേറ്റിവിറ്റി എന്തൊക്കെയാണോ അതെല്ലാം അവരെ ട്രിഗർ ചെയ്യിക്കാം, ഇഗ്നൈറ്റ് ചെയ്യിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ്. അതാണ് നെക്സ്റ്റ് വരുന്ന C എന്ന് പറയുന്നത്. സയന്റിഫിക് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ടൈറ്റിൽ കിടക്കുന്നത്. എന്താണ് ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്? യെസ്, ക്രിട്ടിക്കൽ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് എന്നുള്ള കാര്യമുണ്ട്. അത് കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് അവർക്ക് കൊടുക്കാതെ അവര് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യുമ്പോഴാണല്ലോ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ആ കാര്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് അവരെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അവരുടെ എനർജി മുഴുവൻ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ഒരു കൺസ്ട്രക്റ്റീവ് വേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടീച്ചേഴ്സിന്റെ തിങ്കിങ് ആണ് ഇവിടെ ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് വേയില്. ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാതെ പോസിറ്റീവ് ആയിട്ട് മാത്രം അവര് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചിന്തിക്കുന്നു. അതാണ് ഈ ഒരു C എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത്
ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ, എക്സ്പെരിമെൻഷ്യൽ ആൻഡ് മോഡേൺ സൂപ്പർവിഷൻ ഈസ് എക്സ്പെരിമെൻഷ്യൽ ആൻഡ് ഓട്ടോ ക്രിട്ടിക്കൽ. ഇവിടെ സി വരുന്നത് ഓട്ടോ ക്രിട്ടിക്കൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ അനാലിസിസ് അതിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് 7th പോയിന്റ്. അതായത് പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു ലൈറ്റ്, അത് നല്ല ക്രിട്ടിക്കൽ അനാലിസിസ് നടക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് കാര്യം വന്നാലും, ബേസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും മീഡിയം ലെവലിലുള്ളതാണെങ്കിലും ഹയർ ലെവലിലുള്ളതാണെങ്കിലും എല്ലാ കാര്യങ്ങളെയും ഇവാലുവേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അനാലിസിസ് ക്രിട്ടിക്കൽ ആയിരിക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു, അല്ലാതെ ഒരു തണുപ്പൻ മട്ടില് അത് പോട്ടെ, അത് സാരമില്ല എന്നല്ല, ചെറിയ കാര്യമാണെങ്കിലും അതിന്റെ അനാലിസിസ് നല്ല കറക്റ്റ് ആയിട്ട് നടക്കണം. അതാണ് ക്രിട്ടിക്കൽ അനാലിസിസ്. അതാണ് 7th സി വരുന്നത്. ഓക്കെ, ഇനി ടോപ്പിക്സ് ഒന്നും ആരും സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിലേക്ക് പോവാനോ? ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ. കറക്റ്റീവ് സൂപ്പർവിഷൻ, കുറച്ചധികം സൂപ്പർവിഷൻസിന്റെ ഇത് തന്നെയല്ല, പല ടൈപ്പ് സൂപ്പർവിഷൻ ഉണ്ട്. കാരണം നമുക്കിവിടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ സൂപ്പർവിഷൻ നടക്കുന്ന പല ഏരിയാസ് ഉണ്ടല്ലേ, അവിടെയൊക്കെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പലതും കാണാം. നമുക്ക് മെയിൻലി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ പണ്ടുണ്ടായിട്ടുള്ളതും ഇപ്പൊ ഫോളോ ചെയ്യുന്നതും മോഡേൺ ആയിട്ട് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്ന സൂപ്പർവിഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പണ്ട് 19th സെഞ്ചുറിയിലൊക്കെ ഒരു ഓട്ടോക്രാറ്റിക് ആയിരുന്നു. ഇപ്പൊ അത് ഡെമോക്രാറ്റിക് ആയി മാറി അല്ലെ. ഒരാളുടെ മാത്രം ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് അങ്ങനെയുള്ള രീതിയിലായിരുന്നു, അതോറിറ്റീവ് ആയിട്ടായിരുന്നു, ഒട്ടും ലോജിക്കൽ അല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ അങ്ങനെയല്ല, ഡെമോക്രാറ്റിക് ആണ്. എല്ലാവർക്കും അതിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും, അനലൈസ് ചെയ്യും. അതെല്ലാമാണ് ഇപ്പോഴുള്ള സൂപ്പർവിഷൻ. ഓക്കെ, നെക്സ്റ്റ് വന്നത് കറക്റ്റീവ് സൂപ്പർവിഷൻ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ കറക്റ്റീവ് സൂപ്പർവിഷൻ, ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. നമുക്ക് കറക്റ്റ് ചെയ്യുക അല്ലെ. കറക്റ്റീവ് സൂപ്പർവിഷൻ ദാറ്റ് ഇസ് ഫോൾട്ട് ഫൈൻഡിങ്. ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ് ചെയ്ത് ആ എറർ ഡെഫിഷ്യൻസി ഒക്കെ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ. ഇത് ടീച്ചേഴ്സിന്റെ പെർഫോമൻസ്, പ്രാക്ടീസസ്, ഈ ഒരു കാര്യങ്ങളിലെല്ലാം അത് ചെയ്യും. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു ടീച്ചറുടെ പെർഫോമൻസിനെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് ഇനി എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ കറക്റ്റീവ് സൂപ്പർവിഷൻ, അപ്പൊ അങ്ങനെ ഒരു സൂപ്പർവിഷൻ വരണമെങ്കിൽ അവിടെ വേണ്ടത് ഒബ്സർവേഷൻ വരണം അല്ലെ. ആ ടീച്ചർ, നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചില സമയത്ത് ആ സ്കൂളിലെ ഏതെങ്കിലും ടീച്ചർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് ക്ലാസ്സിലിരിക്കും. നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് അറിയാനായിട്ട്. എന്നിട്ട് ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഒരു പക്ഷേ അവർ നമ്മൾ അപ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും, ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു തരാറില്ലേ. ദാറ്റ് ഈസ് കറക്റ്റീവ് സൂപ്പർവിഷൻ. നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഗൈഡ് എന്ന് നമ്മൾ പറയില്ലേ, ഇന്റേണൽ ഗൈഡ്, എക്സ്റ്റേണൽ ഗൈഡ്. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഗൈഡിന് പകരം ചില എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൂപ്പർവൈസർ എന്നാ പറയുന്നത്. ഇന്റേണൽ സൂപ്പർവൈസർ, എക്സ്റ്റേണൽ സൂപ്പർവൈസർ. നമ്മൾ എവിടെയാണോ പ്രോജക്ട് ചെയ്യുന്നത് അവിടെയുള്ളത് എക്സ്റ്റേണൽ സൂപ്പർവൈസർ. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അത് ഇന്റേണൽ സൂപ്പർവൈസർ. അപ്പൊ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു റഫായിട്ട് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്ത് തരില്ലേ. സോ ദാറ്റ് ഇസ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ അതിന് ഫോൾട്ട് ഫൈൻഡിങ് ഒരു നെയിമും കൂടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒബ്സർവേഷൻ വരും. ടെക്സ്റ്റിൽ അത് കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുവാണേ. ഓക്കെ, ഒബ്സർവേഷൻ വരും, ഇവാലുവേഷൻ വരും. അതായത് വൺസ് ഇങ്ങനെ പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. യെസ്, ഇപ്പൊ ഓക്കെ ആയി, ആ ഒരു രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കാം, അതായത് അതിന്റെ ഒരു റിവ്യൂ കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ടീച്ചിങ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഔട്ട്കം ആണ്. എല്ലാ സൂപ്പർവിഷന്റെയും ഉദ്ദേശം ടീച്ചേഴ്സിന്റെ പെർഫോമൻസിനെ ബെറ്റർ ആക്കുക. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കാര്യം പറഞ്ഞു. ടീച്ചറെ ബെറ്റർ ടീച്ചർ ആക്കുക, സ്റ്റുഡൻസിനെ ബെറ്റർ സ്റ്റുഡന്റ് ആക്കുക. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു ടൂൾ ആയിട്ട് വരും സൂപ്പർവിഷൻ എന്ന് പറയുന്നത്.
എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ടൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ കറക്റ്റീവ് സൂപ്പർവിഷൻ വേറൊരു പേര് ഫോൾട്ട് ഫൈൻഡിങ് ആണ്. ഇവിടെ നമുക്ക് സൂപ്പർവൈസർ വിസിറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഇപ്പൊ എനിക്ക് അവിടെ യൂസ് ചെയ്ത ഫോൾട്ട്സ് മിസ്റ്റേക്സ് അതിനേക്കാളൊക്കെ നല്ലത് ലൈക്ക് എന്തെങ്കിലും എറേഴ്സോ ഡെഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ടീച്ചർക്ക് കൊടുത്ത് ടീച്ചറെ ഇംപ്രൂവ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർവിഷനാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ ശരിക്കും പ്രൊഫഷണലി ആ ഒരു ടീച്ചറുടെ ഡെവലപ്മെന്റിന് കറക്റ്റീവ് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എഫക്റ്റീവ് ടീച്ചിങ് പ്രാക്ടീസ്, നല്ല എഫക്റ്റീവ് ആയിട്ട് ആ ടീച്ചർക്ക് ആ ജോബ് ചെയ്യാനായിട്ട് പറ്റുന്നു. കറക്റ്റീവ് സൂപ്പർവിഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇംപ്രൂവ്ഡ് ടീച്ചിങ് ക്വാളിറ്റി, ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ, ആ ഒരു പ്രൊഫഷണൽ വൈസ് അവർ ഗ്രോ ചെയ്യുന്നു. പ്രൊഫഷണൽ ഗ്രോത്ത് എപ്പോഴും നമ്മളുടെ പെർഫോമൻസ്, ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യും. എന്റെ റെസ്പോൺസിബിലിറ്റി അതാണ്, ഐ ഹാവ് ടു ഇംപ്രൂവ് മോർ എന്ന് ഓരോ സമയവും വിചാരിക്കും. അതാണ് കറക്റ്റീവ് സൂപ്പർവിഷന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. കുറേ ഉണ്ട് കേട്ടോ, നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ കുറെ കാര്യങ്ങളുണ്ട്, അത്രയ്ക്കൊന്നും വേണ്ട എന്നുള്ളതൊന്നും. പ്രിവെന്റീവ് സൂപ്പർവിഷൻ പലപ്പോഴും സ്കൂൾ എൻവയോൺമെന്റിൽ പല രീതിയിലുള്ള പൊട്ടൻഷ്യൽ. യെസ്, ഈ കറക്റ്റീവ് സൂപ്പർവിഷൻ കഴിഞ്ഞിട്ട് പറയുന്നത് പ്രിവെന്റീവ് സൂപ്പർവിഷൻ ആണോ? അതിന്റെ താഴെ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാന് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ 1, 2, 3, 4 വെച്ചിട്ടില്ലേ, ആ 5 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. നമുക്ക് സാധാരണ ക്ലാസ്സിൽ ഫുൾ റീഡ് ചെയ്ത് പോവാനായിട്ട്. ഓക്കെ, ഇത് സൂപ്പർവിഷനിലെ താഴെ കൊടുത്തിരിക്കുന്ന ക്യൂരിയോസിറ്റി, കോണ്ടെക്സ്റ്റ്, കോംപ്ലക്സിറ്റി എന്നൊക്കെ പറയുന്നത് സൂപ്പർവിഷന്റെ അല്ലെങ്കിൽ കുറെ കീ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ. ഓക്കെ, ശരിക്കും ഇപ്പൊ നമ്മള് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റീവ് സൂപ്പർവിഷനെ പറഞ്ഞു. അത് ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമില് ടീച്ചിങ് പ്രോസസ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകാൻ, ടീച്ചറുടെ ഗ്രോത്തിന്, സ്റ്റുഡൻസിന്റെ ഔട്ട്കം അത് നല്ല രീതിയിലാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അത് ആ ലേണിംഗ് എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യം, ആ ടീച്ചർ കുട്ടി ആ ഒരു ബെറ്റർ ടീച്ചർ ആക്കുന്നു, അതുവഴി ബെറ്റർ സ്റ്റുഡൻസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി പ്രിവെന്റീവ് സൂപ്പർവിഷൻ അങ്ങനെയല്ല, ആ സ്കൂൾ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ലേണിംഗ് സിറ്റുവേഷനിൽ മാത്രമല്ല സ്കൂൾ എൻവയോൺമെന്റിൽ പലപ്പോഴും പല പൊട്ടൻഷ്യൽ ഇഷ്യൂസ്, പല ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാം വിത്തിൻ സ്കൂൾ എൻവയോൺമെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. നല്ല പ്രൊആക്റ്റീവ്ലി, നല്ല ആക്റ്റീവായിട്ട് അതിനെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. പ്രോബ്ലം സോൾവിംഗ് ആണ് മെയിൻ ആയിട്ട്. അതിന് വേണ്ടുന്ന സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും, അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യുക, ടീച്ചർ ഡെവലപ്മെന്റ് സെയിം ടൈം. കാരണം നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ലൈക്ക് പാസ് ഔട്ട് ആയ ഒരു കുട്ടി പറയുമായിരുന്നു, ഒരു മോണ്ടിസോറി സ്കൂളിൽ ഇന്റർവ്യൂവിന് ചെന്നു, ജോബ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രാഞ്ചസ് പല ഭാഗത്തും ഉണ്ടെന്ന്, എറണാകുളത്ത് മാത്രമല്ല കോട്ടയം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോട്ടയത്ത് നിന്ന് ആഴ്ചയിൽ 2 ദിവസം കണ്ടേ വരുള്ളൂ. അപ്പൊ അവരായിരുന്നു ഇന്റർവ്യൂ ചെയ്തതിനെ സെലക്ട് ചെയ്തത്. അപ്പൊ പറയുവാണ്, ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ടീച്ചർ വരുമ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇല്ല, അവർ ആഴ്ചയിൽ 2 ദിവസം മാത്രം വിസിറ്റ് ചെയ്യുന്നതാണ്.
എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയല്ല സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളോട് നമ്മളുടെ ഫാമിലി അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. പേഴ്സണലി ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരിൽ ഒരാളാക്കാനായിട്ട് നോക്കണം എല്ലാ ടീച്ചേഴ്സും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പറയുക ചെന്നപ്പോ തുടങ്ങി ഇങ്ങനെ മാറ്റി നിർത്തുമായിരുന്നു. അവരുടെ ആ ഗ്രൂപ്പിലേക്ക് മേർജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവരുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവിടത്തെ ആയ ലീവായിരുന്നു, ആയയുടെ ജോലിയാണ് ഇതിനെ ആളെ കൊണ്ട് ചെയ്യിച്ചത്. കുറെ ചെയ്യാൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല മാം. പക്ഷെ ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്തേ ഇല്ല. അങ്ങനെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ആള് അവിടുന്ന് അപ്പൊ തന്നെ റിസൈൻ ചെയ്തു. ഹസ്ബൻഡും പറഞ്ഞു വർക്ക് ചെയ്യണ്ട, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റിസൈൻ ചെയ്ത കാര്യം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യണ്ടേ. കാര്യം പേയ്മെന്റ് ഒക്കെ നല്ല പാക്കേജ് എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഫസ്റ്റ് 2 days സഹിച്ചു. പിന്നെ അവിടെ വേണ്ടാന്ന് വെച്ചു ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് വല്ലാത്തൊരു ചലഞ്ചാണല്ലേ, നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തുക. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴേക്കും അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് വരും. അപ്പൊ ഈ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ലേണിംഗ് സിറ്റുവേഷനിൽ മാത്രമല്ല, അതായത് ടീച്ചറും ലേണറും സ്റ്റുഡന്റും തമ്മിലുള്ള ആ ഒരു എൻവയോൺമെന്റിൽ മാത്രമല്ല, ഹോൾത്തെ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടുന്ന ആ ഒരു എൻവയോൺമെന്റിന്റെ കാര്യമാണിത്. അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം, ടീച്ചർ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യാം, ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും റെഗുലർ ആയിട്ട് തന്നെ എല്ലാ സ്റ്റാഫിനെയും റെഗുലർ ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് വളരെ ഇഷ്യൂ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇന്റർവെയിൻ ചെയ്യാം. ഞാൻ നിങ്ങളും കൂടെയുള്ള ക്ലാസ്സിലാണോ പറഞ്ഞെന്നറിയില്ല, ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ കൊളീഗ്സിൽ നിന്ന് ഞാൻ അനുഭവിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ കൊളീഗുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇല്ല. ഞാൻ ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഞാൻ PG ക്ലാസ്സിലാണ് പറഞ്ഞത്. നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണോ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ഇടുക്കിയില് പൈനാവ് എന്നുള്ളൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിന്റെ ഉള്ളിലാണല്ലോ. നമ്മള് നമ്മുടെ പോളിടെക്നിക് കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും മെയിൻ റോഡ്, ബസ് പോകുന്ന റോഡ് കേട്ടോ. അതിന്റെ ഒരു സൈഡ് മുഴുവൻ ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ്, കാടാണ്. രാത്രി തൊട്ടടുത്ത് തന്നെയാണ്, പോളിടെക്നിക്കിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്റ്റലും. രാത്രിയാകുമ്പോ ഇങ്ങനെ ആന പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഈ മരങ്ങളൊക്കെ കൂടെ ഇങ്ങനെ വല്ലാത്തൊരു ശബ്ദം ഓടിയുന്നത്, ഇത് നടക്കുമ്പോഴേ ചവിട്ടുന്നതും പിന്നെ ഈ തുമ്പിക്കൈ കൊണ്ട് ഒടിച്ചെടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ശബ്ദം നമുക്ക് നല്ലപോലെ കേൾക്കാം. ചില സമയത്ത് ഇങ്ങനെ മലയുടെ മുകളിൽ ആനക്കൂട്ടങ്ങള് ഫാമിലി ആയിട്ട് ഒറ്റയ്ക്കും ഒക്കെ പോണൊക്കെ കാണാം. മുള്ളപ്പന്നി, ആന, പിന്നെ ഈ കാട്ടുപന്നി ഒക്കെ വരും. ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ കൂടെ ഈ മുള്ളപ്പന്നിയും കാട്ടുപന്നിയും കൂടെ ഓടണാണ്. അപ്പൊ അങ്ങനെ ഒരു എന്റെ സ്ഥലം അവിടെ അടുത്ത്. ഓക്കെ. അപ്പൊ പോളിടെക്നിക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ചെറുതാണല്ലോ. ചെറുത് മീൻസ് എനിക്കൊരു 23 years ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പം 2002 ആ ഒരു ടൈമില് അങ്ങനെ ആ സമയത്ത് ഞങ്ങള് മിക്കവരും ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിരുന്നു. പെർമനന്റ് സ്റ്റാഫ് 1-2 പേരേ ഉള്ളൂ. വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്, വീട്ടിൽ പോകണമല്ലോ. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഈ കോടമഞ്ഞിങ്ങായിരുന്നു. റോഡ് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഈ ഇത് കാരണം, ഫോഗ് കാരണം. അപ്പോ ബസ് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പോവുകയാണെങ്കിൽ നമ്മുടെ ലോങ് പോവുകയാണെങ്കിൽ 3 മണിക്ക് മുമ്പേ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റുള്ളൂ. 3:30 സമയത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് ചെല്ലുമ്പോഴേക്കും വഴിയിലേക്ക് ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങി നിൽക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ മഴ ടൈം കൂടുതലാണ് അവിടെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ ഫ്രൈഡേ ആണല്ലോ. അപ്പൊ ഫ്രൈഡേ 4 മണി വരെ എന്തോ ആണെന്ന് തോന്നുന്നു ക്ലാസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഫ്രൈഡേ നമുക്ക് ഉച്ചത്തെ ബ്രേക്ക് കൂടുതലാണല്ലോ. അപ്പൊ ഒരു സാറ്, ആളുടെ വീട് ഒത്തിരി ദൂരെയാണ്. ഞാനും എറണാകുളത്ത് നിന്ന് വരുന്നു, കൊല്ലത്ത് നിന്നുള്ളവരുണ്ട്, കോട്ടയത്ത് നിന്നുള്ളവരുണ്ട്, ഈരാറ്റുപേട്ട അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് 3 മണിക്ക് മുമ്പ് ഇറങ്ങണമെങ്കിൽ പോസിബിൾ അല്ല. കാരണം 2 മണി വരെ ബ്രേക്ക് ആണ്. പിന്നെ ക്ലാസ് ഉണ്ട്, 3 hours എന്തോ ക്ലാസ് ഉണ്ട്. ആദ്യമൊക്കെ പ്രിൻസിപ്പൾ സമ്മതിച്ചു, ഇങ്ങനെ വീട്ടിൽ പോകേണ്ടവരോട് നേരത്തെ പൊക്കോളാനൊക്കെ പറഞ്ഞു. പിന്നെ പ്രിൻസിപ്പള് മാറി. പ്രിൻസിപ്പളോ അവിടെ പെർമനന്റ് ആയിരുന്നു. സാറ് പറഞ്ഞു നേരത്തെ പോകാൻ പറ്റില്ല, അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ശനിയാഴ്ച രാവിലെ പോയി ഞായറാഴ്ച തിരിച്ചു വരണം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വരണം. ഞായറാഴ്ച തിരിച്ചു വരണമെങ്കിലും
ഉച്ചയ്ക്ക് എത്തണം. വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കോട ഇറങ്ങും, നമുക്ക് വഴിയൊന്നും കാണില്ല, ആനയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും എന്റെ അടുത്ത്, ഞാൻ കുട്ടികളായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, അത് സ്റ്റാഫിന് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ സാറുമാര് പൊതുവെ എഴുതിയ ഗൗരവത്തിലല്ലേ എനിക്കുള്ളൂ. എന്റെ അടുത്ത് വന്നിട്ടൊരു സാറ്, എന്നേക്കാൾ ഒരു വയസ്സ് പ്രായം കൂടുതലുണ്ടെങ്കിലുള്ളൂ കേട്ടോ, സ്ട്രക്ചർ തന്നെയാണ്. പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജിഷ ചെന്ന് കുട്ടികളോട് പറയണം. അപ്പൊ കുറച്ച് കുട്ടികളാണ് പള്ളിയിൽ പോകുന്നത്, ഫ്രൈഡേ ആണല്ലോ, അതുകൊണ്ട് പ്രെയർ ഉള്ളതുകൊണ്ടാണല്ലോ ബ്രേക്ക് അത്രയും. ജിഷ ക്ലാസ്സിൽ പറയണം, നമുക്ക് ഈ ബ്രേക്ക് കുറച്ചിട്ട് നേരത്തെ ക്ലാസ് ആക്കാം, പള്ളിയിൽ പോകുന്നവര് പൊക്കോട്ടെ, നമുക്ക് ക്ലാസ് നേരത്തെ ആക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോ ക്ലാസ് ഒരു 3 മണിക്ക് മുമ്പ് വൈൻഡപ്പ് ആകുന്ന രീതിയിൽ ബ്രേക്ക് അങ്ങ് കുറയ്ക്കാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വളരെ പ്ലസന്റ് ആയിട്ടാ പറഞ്ഞു, ഞാൻ പറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ്സിലേക്ക് അങ്ങ് പോയി. ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കക്ഷി ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, കുട്ടികളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ നമുക്ക് ബ്രേക്ക് 2 മണി വരെയാണ് നമുക്ക് ബ്രേക്ക്, അത് അങ്ങനെ തന്നെ പോട്ടെ. കുറച്ച് കുട്ടികൾ ക്ലാസ്, കുറച്ച് കുട്ടികൾ ഇല്ലാതാവുന്ന രീതിയിലും, അതുമല്ല ഫ്രൈഡേ ആയതുകൊണ്ട് ആ ബ്രേക്ക് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു ഞാൻ എന്തോ വെള്ളം കുടിക്കാൻ എന്തോ തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നോട് ഷൗട്ട് ചെയ്തു, ഋഷിക്ക് എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം, വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെ കുറച്ച് കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ, അവര് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ആവട്ടെ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അത്ര പല പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്ക് എന്റെ പിടി വിട്ടുപോയി. നമുക്ക് അത്രയ്ക്കുള്ള മെച്യൂരിറ്റി അല്ലേ ഉള്ളൂ. ഞാൻ അങ്ങ് ഷൗട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഷൗട്ട് ചെയ്തു. ഞാൻ ഷൗട്ട് ചെയ്തപ്പോഴേക്കും ആൾ ഷൗട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര ഒരു സ്റ്റാഫ് റൂമിൽ ഭയങ്കര ഒരു ബഹളമായിപ്പോയി, ബഹളമയമായിപ്പോയി. എന്തിനാ ഷൗട്ട് ചെയ്ത് നിപ്പ അല്ലെങ്കിൽ എനിക്ക് ചിരി വരും കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര വിഷമായി. കാരണം നമ്മളുടെ ആ ഒരു എനർജി മൊത്തം എനിക്ക് പിന്നെ ക്ലാസ്സിലും പോവാൻ തോന്നുന്നില്ല. ഞാൻ അങ്ങ് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സലാം, അപ്പം അവൻ കൊല്ലംകാരനാണ്. അപ്പം ഞങ്ങള് അവിടെ വെച്ചാ പരിചയപ്പെടുന്നേ, വളരെ ക്ലോസ് ആണ്. ഇവൻ ഞാൻ കരയുന്നുണ്ടപ്പോ ഇവന് ഭയങ്കര വിഷമായി. അപ്പൊ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കെ, പിന്നെ ഒരിക്കലും ചെന്ന് ക്ലാസ്സിൽ പോയി ഇത് പറയരുത് കേട്ടോ, കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. ഞാനാ പറയണെങ്കിൽ പ്രോബ്ലം ഇല്ല, അവൻ മുസ്ലിമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ലല്ലോ, നീയാ പോയി പറയണെങ്കിൽ കൂടി ഞാനത് സമ്മതിക്കില്ല, ഞാൻ അങ്ങനത്തെ കാര്യം സമ്മതിക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എന്നുള്ള വ്യത്യാസമല്ല, ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ലല്ലോ, കുട്ടികളെ സമ്മതിച്ചാലും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഒരു, ഞാൻ പറഞ്ഞില്ല എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ കൊളീഗ് പിന്നെ എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ സലാമും ഇവനും ഒക്കെ കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. പിറ്റേ ദിവസം സലാം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ സൂക്ഷിക്കണം, അവൻ നിന്നെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു പ്രൊട്ടക്ടർ ആയിരുന്നു സലാം അവിടെ ആ ഒരു കോളേജില്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ അയാളുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു, അധികം സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഷൗട്ട് ചെയ്തതിന് ആളുടെ അടുത്ത് പോയി സോറി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ ഒരു ഇതില് വല്ലാണ്ട് സംസാരിച്ചു പോയതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. കാണും, ചിരിക്കണോ വേണ്ടയോന്ന് രണ്ടുപേർക്ക് സംശയം, ഞാൻ പതുക്കെ ഒന്ന് ചിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കാതായി, ഇയാളുണ്ടെങ്കിൽ ഞാൻ പോയി ലൈബ്രറിയിൽ പോയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചു കൂട്ടിയത് അവിടെ. അപ്പൊ അതാണ് നമുക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ഒരു പ്രോബ്ലം വരുമ്പോ പൊട്ടൻഷ്യൽ ഇഷ്യൂസ്, അത് ശരിക്കും പൊട്ടൻഷ്യൽ ഇഷ്യൂ തന്നെയായിരുന്നു. ഫ്രം സ്റ്റുഡൻറ് സൈഡ് ഒന്നും ആയിരുന്നില്ല. നമ്മുടെ കൂടെയുള്ള നമ്മളൊരു ഗ്രൂപ്പ്, ഒരു വൺനെസ് ഫോം ചെയ്യേണ്ട ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയാ ഒരു ആക്ഷൻ, എന്താ പറയാ ഒരു വല്ലാത്തൊരു റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ, ഒരു നെഗറ്റീവ് ഒരു ഇൻട്രൂഷൻ പോലെയൊക്കെ എനിക്ക് അന്ന് ഫീൽ ചെയ്തു. പിന്നെ ആലോചിക്കുമ്പോ കുറച്ചുകൂടെ നല്ല രീതിയിൽ അന്ന് മാനേജ് ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു. ആ ഒരു മെച്യൂരിറ്റി അല്ലേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ രീതിയിലുള്ള, നമ്മൾ ചില കാര്യങ്ങൾ സെൻസിറ്റീവ് ആണല്ലോ, അപ്പോ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റണ്ടേ. ഞാനൊരു ഇന്റർവെൻഷൻ എടുക്കുന്ന ഒരു സ്കൂളില് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്റർവെൻഷൻ എടുക്കുന്നത്. അതുപോലുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവെൻഷനാണ്. അപ്പോ ഈ ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. സ്കൂളിന്റെ സബ്ജക്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ടൈമിംഗ് സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അനുസരിച്ച് ഞങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്, PM ഫൗണ്ടേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല.
ഇപ്പൊ PM ഫൗണ്ടേഷൻ ആണ് ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും, അവരുടെ കോർഡിനേറ്റർ ഞാൻ. അങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോ ഈ ടൈം ഇങ്ങനെ മാറ്റണുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാറ്റർഡേയിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് മെട്രിക്സ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വീണ്ടും ടൈം ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അതൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ എൻവയോൺമെന്റും പാരന്റ്സിന്റെ അക്സെപ്റ്റൻസും കുട്ടികളുടെ അക്സെപ്റ്റൻസും വരും. അത് വേണമല്ലോ, അല്ലാതെ നിർബന്ധിച്ച് നമ്മൾ ഒരു കാര്യം കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് ആക്സെപ്റ്റൻസ്, ടീച്ചർ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ട്, ഞങ്ങൾക്ക് കളിക്കണ ടൈമാണ്, അതൊക്കെ നോക്കി നിങ്ങൾ കളിക്കൂ എന്ന്. അവർ കളിക്കുകയും വേണമല്ലോ. ഞങ്ങളുടെ PT പീരീഡ് പോകും ആ ടൈമിലാണെങ്കിൽ, അപ്പൊ നമ്മൾ അവരുടെ PT പീരീഡിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അവിടുത്തെ ടീച്ചേഴ്സ് പറയും കുട്ടികളെ PTക്ക് പോകണ്ട, ആ പീരീഡ് നിങ്ങൾ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു വേണ്ട, അതിനുശേഷമുള്ള ടൈം മതി, കുട്ടികൾ PTക്ക് പോയിട്ട് വന്നിട്ട് മതി എന്ന് പറയും. ടീച്ചർമാർ പറയും PTക്ക് പോകണ്ട എന്ന് പറയും. അങ്ങനെ അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് എന്താണോ നീഡ്സ്, നെസസറി, അത്യാവശ്യം വേണ്ടുന്നത് അത് പ്രൊവൈഡ് ചെയ്തിട്ടാ വേണം നമ്മൾ ആ ഒരു എൻവയോൺമെന്റില് ലേണിംഗ് സിറ്റുവേഷൻ കൊണ്ടുവരാൻ. അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കില്ല, അവരൊട്ടും ശ്രദ്ധിക്കില്ല. കാരണം അവരുടെ PT കളഞ്ഞിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുകയില്ല, അവർ വേറെ വല്ലതും ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കുറെ ഇത് വരും. പ്രിവെന്റീവ് സൂപ്പർവിഷൻ ആയിരുന്നു അവിടെ. നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് നല്ല ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. ആരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ നടന്നാൽ സുഖമായല്ലോ എന്ന് ചിന്തിച്ചിരുന്നു കുറച്ചു പേര്, പക്ഷെ ശരിയല്ല എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്തു അന്നത്തെ സംഭവത്തിൽ. ഓക്കെ ഓക്കെ ഇപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കേസിൽ പ്രിവെന്റീവ് സൂപ്പർവിഷൻ, പ്രിവെന്റീവ് മാത്രമല്ല എല്ലാ സൂപ്പർവിഷനിലും സൂപ്പർവൈസർക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാം, ഒരു ക്ലാസ്, അവരുടെ ഒരു ഗ്രൂമിങ് സെഷൻ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാം. പല രീതിയിലുള്ള ഐഡിയാസ് കൊടുക്കാനും ഗൈഡ് ചെയ്യാനും ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാനും ഗ്രൂമിങ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും സെമിനാർ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ഈ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാതിരിക്കണ്ട കേട്ടോ. മാം, കഴിഞ്ഞ ദിവസം ക്ലാസ്സില് അപർണ മാം ആണോ എന്നറിയില്ല, പറഞ്ഞിരുന്നു സെമിനാർ ഒരു മാമിന്റെ മാത്രം എടുത്താൽ മതിയെന്ന്. മതി, നിങ്ങൾ 2-3 സെമിനാർ ഒന്നും എടുക്കണ്ട, ഏതെങ്കിലും ക്ലാസ്സിലെ സെമിനാർ എടുത്താൽ മതി. മാം അത് നോട്ട് ചെയ്തോളും. സെപ്പറേറ്റ് വേണ്ട, ഒറ്റ സെമിനാർ മാത്രം. പിന്നെ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ് ഗീവ് ദ ചാൻസസ് ടു 6th and 7th ബാച്ച് എന്ന് വെച്ചാൽ അവരുടെ കോഴ്സ് ഇപ്പൊ കഴിയാറായി. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കൊന്ന് കൊടുക്കുക, അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എടുക്കാം എന്ന രീതിയിൽ അങ്ങനെ നോക്കുക. ഇപ്പൊ പറഞ്ഞെടുക്കുന്നവരുടെ കുഴപ്പമില്ല, നോ ഇഷ്യൂ, അവരെടുക്കട്ടെ. ഇനി 6th 7th റെഡി അല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് ഹാഫ് ആൻ അവർ സെമിനാർ, ഹാഫ് ആൻ അവർ ക്ലാസ് എന്നുള്ള രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. ഇപ്പൊ ഒരാളെ എടുക്കാനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഒരു 5 പേർക്കൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 5 minutes ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഒക്കെ എടുക്കുവാണെങ്കിൽ 5 പേർക്ക് എടുക്കാം. അപ്പൊ അതില് 3 പേരേ ഉള്ളൂ 6, 7 എന്നുള്ളെങ്കിൽ ബാക്കി 2 നിങ്ങൾക്ക് എടുക്കാം, 8 നോക്കാം. ഓക്കെ, ക്ലാസ് ഈ മാസം കൊണ്ട് അവരുടെ ക്ലാസ് കഴിയും. നെക്സ്റ്റ് മന്ത് അവരുടെ എക്സാം വരുവാണ്. ക്ലാസ് മീൻസ് ഡിപ്ലോമ സെഷൻ കഴിയും, മൊഡ്യൂൾ 1 കഴിയും. അപ്പൊ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കൊന്ന് കൊടുത്തിട്ട് അവരില്ലാത്ത സ്ലോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ കറക്റ്റീവ് പറഞ്ഞു, പ്രിവെന്റീവ് പറഞ്ഞു. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഞാൻ പറയാട്ടോ. നമുക്ക് മോഡറേറ്റ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് അല്ല, ഡെമോക്രാറ്റിക് ആണെന്ന് ഈ 2 എണ്ണം കേട്ട് ഇടയ്ക്കൊന്ന് കട്ടായിരുന്നു. പ്രിവെന്റീവ് ആണോ? അതെ അതെ, പേജ് നമ്പർ മതി, പറയണ്ട. പേജ് നമ്പർ ഒന്ന് പറ. പേജ് നമ്പർ ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ഡീറ്റെയിൽസ് ആയിരുന്നു തമന്ന. ഞാൻ ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ചൊക്കെ ഉള്ളൂ. പ്രിവെന്റീവ് സൂപ്പർവിഷൻ പേജ് നമ്പർ 87, ഒരു പാരഗ്രാഫേ ഉള്ളൂ. അത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നന്നായിരുന്നു. പ്രിവെന്റീവ് സൂപ്പർവിഷൻ ശരിക്കും എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഇഷ്യൂസ്, ചലഞ്ചസ് ഹോൾ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റിൽ വരുമ്പോഴാണ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. കറക്റ്റീവ് സൂപ്പർവിഷൻ ആ ലേണിംഗ് സിറ്റുവേഷനിൽ ഒരു ടീച്ചറും കുട്ടിയും കൂടെ വരുന്ന ആ ലേണിംഗ് സിറ്റുവേഷനിൽ ടീച്ചറുടെ ടീച്ചിങ് പ്രാക്ടീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ.
ജസ്റ്റ് ലൈക്ക് ഫോൾട്ട് ഫൈൻഡിങ് എനിക്ക് വേറൊരു പേരുണ്ട്. വേറൊന്നുമല്ല, എന്തെങ്കിലും ഡെഫിഷ്യൻസി മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ടീച്ചറെ ഗൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കറക്ഷൻ ഒന്നും ആളുകളുടെ മുന്നിൽ വെച്ചല്ല, പേഴ്സണൽ, കാരണം ഡെമോക്രാറ്റിക് ആണ്. നെക്സ്റ്റ് കറക്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ. ഇതൊരു ഡെമോക്രാറ്റിക് അല്ല, ഒരു ഓട്ടോക്രാറ്റിക് അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. ഒരാൾ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ആ ഒരു രീതിയിലാണ്. അയാളെ വേറെ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങള്. പെട്ടെന്ന് തന്നെ ഒരു മൊമെന്റസ് ഡിസിഷൻസ് ഒരു വ്യക്തി തന്നെ എടുക്കുന്ന രീതിയിലുള്ള സൂപ്പർവിഷനാണ് ഇത്. പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും. ചില എന്താ പറയാ, വ്യക്തികൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകള് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വരുന്നതാണ്. ഒരാളുടെ ഓണർഷിപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കൊയേഴ്സീവ് സൂപ്പർവിഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ആളുടെ കുറെ ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്കൂളിൽ നിന്ന് ഞാൻ അവിടെ ഇതുപോലെ കുട്ടികളുടെ ഇന്റർവെൻഷൻ നടത്തുന്ന അവിടുത്തെ പ്രിൻസിപ്പളിന്റെ ഐഡിയ ആയിരുന്നു ഒരു പ്രോഗ്രാം. പ്രിൻസിപ്പൾ അവിടെ എന്തോ ചെറിയൊരു ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടായി. അപ്പം അതിന് പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. അദ്ദേഹത്തെ ഇവിടെ പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൾ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഡീഗ്രേഡ് ചെയ്തു. ആ ഒരു സമയത്ത് സാറിന്റെ പ്രോഗ്രാം ഞാൻ അവിടെ ചെയ്യുന്നതുകൊണ്ട് ഹിയറിംഗിന്റെ സമയത്ത് സാർ എന്നോട് വന്ന പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹിയറിംഗിന് ചെന്ന് ഹിയറിംഗിന് വന്ന ഒഫീഷ്യൽസ് എനിക്ക് ടൈം തന്നു, സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചു. പക്ഷെ അതിനെ അവിടുത്തെ മാനേജറും വേറൊരു ടീച്ചറും കൂടെ തടഞ്ഞു. അപ്പം അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. I will file case against you എന്നൊക്കെ പറഞ്ഞു. എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞു. എന്ത് കാര്യത്തിലെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം എന്നോട് സ്കൂൾ പ്രമിസസിൽ നിൽക്കരുത്, ദിസ് ഇസ് മൈ സ്കൂൾ, അങ്ങനെയാണ് പറഞ്ഞു. സ്കൂൾ ആരുടെങ്കിലും സ്വന്തമാണ്, ഒരാളുടെ മാത്രമായിട്ട് പ്രോപ്പർട്ടിയാണ്. ദിസ് ഇസ് മൈ സ്കൂൾ, ക്ലിയർ ദ പ്ലേസ് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്നാൽ എന്തോ ഒരു പേടിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ ഹിയറിംഗ് ശരിയായ രീതിയിലല്ലാന്ന് ഉള്ള എന്തോ ഒരു റിപ്പോർട്ട് എന്തോ വന്നു. വേറൊന്നുമല്ല, മാനേജറുടെ പേഴ്സണൽ റൂമിലിരുന്നായിരുന്നു ഹിയറിംഗ്. അവിടെ വോയിസ് റെക്കോർഡർ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ വ്യക്തിയും കൂടെ മൊഴി രേഖപ്പെടുത്തുന്നത് കോൺഫിഡൻഷ്യൽ അല്ലേ, അപ്പൊ അത് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗെയിൻസ്റ്റ് അല്ലേ. അപ്പൊ അത് കാരണം ഇപ്പോ ഡയറക്ടറേറ്റ് ബോർഡ് VHSC ആയിരുന്നേ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അപ്പൊ VHSC ബോർഡിൽ നാളെ അതിന്റെ ഹിയറിംഗ് നടക്കുക. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ ശരിക്കും അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് വിഷമമൊന്നും തോന്നി, കാരണം നമ്മുടെ തല ശിരസ് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. കാരണം പ്രശ്നം എന്റെ ഭാഗത്തല്ലല്ലോ, അവരുടെ ഭാഗത്തായിരിക്കും. നെക്സ്റ്റ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ. ഇതൊരു ഓതറിറ്റി, എനിക്ക് ഈ കൊയേഴ്സീവ് സൂപ്പർവിഷൻ വന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. കാരണം മാനേജർ പറഞ്ഞത് ദിസ് ഇസ് മൈ സ്കൂൾ എന്ന് പറഞ്ഞതേ. ഞാനൊരു 3 ഇയേഴ്സിനടുത്തായി അവിടെ ഇന്റർവെൻഷൻ നടത്തുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ ടീച്ചേഴ്സിന് ഓർഡർ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അവിടെ ഇങ്ങനെ മൊഴി രേഖപ്പെടുത്തിയത് സാറിനെ സപ്പോർട്ട് ചെയ്തവരെ ഈ മാനേജർ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു, അവിടുന്ന് തിരിച്ചു വിട്ടു, അങ്ങനെയൊക്കെ ചെയ്തു. അത് ശരിക്കും ഒരു കൊയേഴ്സീവ് സൂപ്പർവിഷൻ ആണ്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഫോഴ്സിബിൾ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് വിചാരിക്കുന്നത് ടീച്ചർമാരെ കമ്പൽ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, 7:48 ആണ്. നെക്സ്റ്റ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ, അതും കൂടെ നോക്കാം. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ അത് ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് സൂപ്പർവിഷൻ ആണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ഫ്രീ, ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ തന്നെ അനലൈസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ട് കിട്ടുന്ന ഒരു സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ഈ ടീച്ചർക്ക് വേറെയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ടീച്ചറെ കൂടുതൽ
ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സൂപ്പർവിഷനാണ്. ആ ഒരു ടീച്ചർക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ അത് അവരുടെ ടീച്ചിങ് മെത്തേഡിൽ അത് യൂസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ മാത്രമേ പഠിപ്പിക്കാവൂ എന്നൊന്നും പറയില്ല. അവർക്ക് എന്താണോ ക്രിയേറ്റിവിറ്റികൾ, അപ്പൊ പുറത്ത് മരത്തിന്റെ ഷെയ്ഡിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണോ, ഷിക്കാൻ ആ ഒരു രീതിയിൽ എല്ലാ ഫ്രീഡും എല്ലാ രീതിയിലും ഫീൽ ഫ്രീ ആണ് അവിടെ. അപ്പോൾ ടീച്ചേഴ്സിന് അവർക്ക് അവരുടേതായ ഓൺ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം എൻകറേജ് ചെയ്യുന്നു. അവരുടെ വ്യൂസ് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ എന്തൊക്കെ അവർക്ക് ഐഡിയാസ് ഉണ്ടോ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐഡിയാസ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അതാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ അതിലൂടെ ടീച്ചേഴ്സിന്റെ ടാലൻസ് ഇംപ്രൂവ് ആകുന്നു, അവരുടെ ഗ്രോത്ത് കൂടുന്നു, അല്ലെ, അവരുടെ പ്രൊഫഷണലിസം കൂടുന്നു. അങ്ങനെ ഉള്ളൊരു സൂപ്പർവിഷനാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ഇത് മെഡിക്കൽ സെറ്റിംഗ്സിലാണ് കൂടുതലായിട്ടും ഈ സൂപ്പർവിഷൻ വരുന്നത്. ക്ലിനിക്കൽ സൂപ്പർവിഷൻ പല വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ. ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നമുക്കറിയാം സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്, പല പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീച്ചർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന്, എക്സ്പേർട്ടിൽ നിന്നും കുറെ ഐഡിയാസ്, കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. ടീച്ചറുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവർ കുറെ ഐഡിയാസ് കൊടുക്കും. അങ്ങനെ അത് കൊടുക്കും. അപ്പൊ അങ്ങനെ ആ ടീച്ചറുടെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റുന്നു. ഒരു എന്താ പറയാ, ഒരു മിറർ പോലെയോ എന്താന്ന് വെച്ചാൽ ടീച്ചറെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പലപ്പോഴും ടീച്ചറുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് മിക്കവാറും അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ആരെങ്കിലും ആയിരിക്കും. പലപ്പോഴും പിന്നെ കൂടെയുള്ള കൊളീഗ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, മറ്റ് കോച്ചസ്, അപ്പൊ എല്ലാരും ആ ഒരു ക്ലാസ് റൂം ബെറ്റർ ആക്കാനായിട്ട് ഈ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ പല സ്റ്റേജസും പറയുന്നുണ്ട്. മീൻസ് 5 സ്റ്റേജസ് പറയുന്നുണ്ട്. ഒബ്സർവേഷൻ, അനാലിസിസ്, സ്ട്രാറ്റജി പ്ലാനിങ്, കോൺഫറൻസ്, ഫോളോ. ഈ ക്ലിനിക്കൽ സൂപ്പർവിഷനില് ഒരു ഇതെന്താ ഗോൾഡാമർ ആൻഡ് കോഗൻ ബോറോഡ് ദ ടേം പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ്? 2 ഓതേഴ്സ് ആണ്. ഈ മെഡിക്കൽ അതായത് ഈ സൂപ്പർവിഷനെ കുറിച്ചിട്ട് കുറെ ഓതേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അവരെടുത്തതാണ് ഈ ടൈപ്പ് സൂപ്പർവിഷനെ അവര് നെയിം ചെയ്തതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഗോഡാമർ പറഞ്ഞത് ഈ സൂപ്പർവിഷന് 5 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷൻ, അനാലിസിസ്, സ്ട്രാറ്റജി പ്ലാനിങ്, കോൺഫറൻസ്, പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്, അതായത് അതിന്റെ ഫോളോ അപ്പ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി സെമിനാറിനുള്ള ടൈം കൊടുക്കുമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെ. 15 മിനിറ്റ്സും കൂടെ ഉള്ളൂ. സോ ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പറയാം. സെമിനാർ ആരായിരുന്നു? ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എഡ്യൂക്കേഷണൽ സൂപ്പർവൈസിങ് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രിൻസിപ്പളിനെ പറ്റിയാണ്. മെയിനായിട്ട് 7 പ്രിൻസിപ്പിളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷം എംപ്ലോയീസിന് സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. സ്റ്റാഫുകൾക്ക് യാതൊരു ടെൻഷനും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാവരുത് സൂപ്പർവൈസർ എടുക്കേണ്ടത്. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് തങ്ങളുടെ ഐഡിയ സൂപ്പർവൈസിംഗ് അതോറിറ്റിയുമായി യാതൊരു ഭയവും കൂടാതെ ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്തതായി വരുന്നത് സ്റ്റാഫ് ഓറിയന്റേഷൻ ആണ്. തങ്ങളുടെ സ്ഥാപനത്തിന്റെ നിയമങ്ങളും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളെ പറ്റിയും സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ നൽകേണ്ടത് ഒരു സൂപ്പർവൈസറിന്റെ കടമയാണ്. ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ നൽകുന്നതിലൂടെ പുതിയ എംപ്ലോയീസിന് പ്രാരംഭ ഉത്കണ്ഠ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. ഒരു സ്കൂൾ എങ്ങനെ അവരുടെ അസൈൻമെന്റ് ഒക്കെ കുട്ടികൾക്ക് നൽകുന്നതെന്ന് ശരിയായ ഒരു ധാരണ സൂപ്പർവൈസിംഗ് അതോറിറ്റിക്ക് തീർച്ചയായും ഉണ്ടാകും. അതിനെപ്പറ്റിയെല്ലാം സ്റ്റാഫുകൾക്ക് വേണ്ട ഗൈഡൻസും ട്രെയിനിങ്ങും നൽകേണ്ടത് ഒരു സൂപ്പർവൈസറാണ്.
സ്റ്റാഫുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഒരു സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസിംഗ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ഗുഡ് വർക്കുകളെ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല വർക്കുകളെ കണ്ടെത്തി അതിന് വേണ്ട പ്രോത്സാഹനം നൽകേണ്ടത് സൂപ്പർവൈസർ ആണ്. ഇപ്പോൾ ഒരു ടീച്ചർ തങ്ങളുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്കായി എന്തെങ്കിലും നല്ല ഒരു വർക്ക് ചെയ്തെങ്കിൽ അതിനെ കണ്ടെത്തി അഭിനന്ദിക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടത് സൂപ്പർവൈസറിന്റെ കടമയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർവൈസിംഗ് ആണ് നടക്കുന്നത്. അടുത്തതായി കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ്. തൃപ്തികരമല്ലാത്ത രീതിയിലെ പ്രവർത്തനങ്ങളിൽ വിമർശിക്കാനുള്ള റൈറ്റ്സ് ഒരു സൂപ്പർവൈസറിനുണ്ട്. എന്നാൽ വിമർശനങ്ങൾ എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് ആയിരിക്കരുത്. അതുപോലെ സ്റ്റാഫുകൾക്ക് അവരുടെ മനസ്സിനെ മുറിവ് ഏൽപ്പിക്കുന്നതുമാവരുത്. വളരെ സൗമ്യമായി വേണം അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. നെക്സ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ് ആണ്. സ്റ്റാഫുകൾക്ക് അത്യാവശ്യം ഫ്രീഡംസ് നൽകണം. തങ്ങളുടെ മൂല്യത്തിനനുസരിച്ച് മാറാനുള്ള അവസരം അവർക്ക് നൽകണം. സ്വന്തമായി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നൽകണം. സ്റ്റാഫുകൾക്ക് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാനുമുള്ള തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു സ്പേസ് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർവൈസിംഗ് ആണ് നടക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ആണ്. സ്റ്റാഫുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകേണ്ടത് സൂപ്പർവൈസിംഗ് മേധാവിയാണ്. സ്റ്റാഫുകൾക്ക് തങ്ങളുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നിറവേറ്റാൻ മോട്ടിവേഷൻ കൊണ്ട് സാധിക്കും. നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടുമ്പോൾ അവർക്ക് ജോലി കുറച്ചുകൂടി നന്നായി ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സാധിക്കും. ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല പോലെ തന്നെ ദീപ എടുത്തു. ഓക്കെ, ഇതിന്റെ റിപ്പോർട്ട് എഴുതി കയ്യില് സൂക്ഷിക്കണം കേട്ടോ ദീപ. കാരണം വെച്ചാല് സെമിനാർ എടുക്കുന്ന ആരും സെമിനാർ എടുക്കാത്തവരൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കയ്യിൽ വേണം. കാരണം നിങ്ങളുടെ വൈവ സെഷനില് പ്രാക്ടിക്കൽ സെഷനില് സെമിനാർ എന്ന് പറഞ്ഞ് 100-ല് മാർക്ക് ഇടും. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാർക്ക് ലിസ്റ്റില് ഈ ഒരു മാർക്ക് കാണുമ്പോൾ അവർ ചോദിക്കും എന്താണ് നിങ്ങൾ ചെയ്ത സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ ഒരു ഹാർഡ് കോപ്പി നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നിങ്ങൾ അതിന് തറവുമായിരിക്കണം. ഓക്കെ, റിപ്പോർട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് മൂന്ന് ഇപ്പൊ മാമിന്റെ ക്ലാസ്സിലും മറ്റു രണ്ടുപേരുടെ ക്ലാസ്സിലും നമ്മൾ സെമിനാർ എടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിനാർ എടുത്താൽ മതി അല്ലേ? ഓക്കെ, താങ്ക് യു മാം. മിസ്, ഞാൻ നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ബ്രീഫ് കോപ്പി വേണം എന്നല്ലേ ഇപ്പൊ മാം പറഞ്ഞത്? ബ്രീഫ് കോപ്പി അല്ല, റിപ്പോർട്ട് എഴുതുമ്പോൾ കുറച്ച് കണ്ടന്റ്സ് കൂട്ടിയിട്ട് എഴുതണം. റിപ്പോർട്ടില് സെമിനാർ റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു മോഡൽ ഉണ്ടല്ലോ, ഫ്രണ്ട് പേജ്, നെക്സ്റ്റ് പ്രിഫൈസ്, ദെൻ കണ്ടന്റ്സ്, ഇൻഡെക്സ് പേജ്, അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ, പിന്നെ അങ്ങനെ കുറെ ഒബ്സർവേഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെമിനാറിനൊരു എന്താ പറയാ, അതിനൊരു മോഡൽ പോലെ ഉണ്ടല്ലോ. അത് നമ്മൾ നോട്ടിൽ തന്നെ ചെയ്താൽ മതിയോ? നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ നോട്ടോ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെമിനാർ നമുക്കൊരു സെപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ മാം. സെമിനാർ ചെയ്തത് റിപ്പോർട്ട് എഴുതണം. കാരണം എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റില് സെമിനാറിന് 100, 95, 98 എന്തെങ്കിലും മാർക്ക് കാണുമ്പോൾ അവർ ചോദിക്കും എന്ത് സെമിനാറാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ നമ്മുടെ കയ്യിൽ വേണമല്ലോ. നമ്മള് ചെയ്ത സെമിനാറിന്റെ റിപ്പോർട്ടാണോ എഴുതണ്ടേ? നമ്മള് ചെയ്ത സെമിനാർ ആണോ അതോ എല്ലാരും ചെയ്യുന്നത് എഴുതണോ? അത് നമ്മൾ എടുത്തതോ? നമുക്ക് ചെയ്തത് മാത്രം ഒറ്റ സെമിനാർ മതി. ഇനി അതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെമിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ റഫായിട്ട് നമ്മൾ ആ കണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് റഫായിട്ട് അത് നമ്മൾ സെമിനാർ പ്രസന്റും ചെയ്തു. അതിനെപ്പറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ടായിട്ടോ കാര്യങ്ങളായിട്ടോ നമ്മൾ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് ആ റഫായിട്ട് തന്നെ ചെയ്തു, അതങ്ങനെ പറഞ്ഞു, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് എഴുതി വെക്കാലോ, ഇനിയിപ്പൊ എഴുതാലോ. നല്ല പോലെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതല്ലേ? നമുക്ക് റഫ് നമ്മുടെ മാം, അതായത് നമ്മളിപ്പോ ഇപ്പൊ PG റീസ്റ്റാർട്ട് ചെയ്യണതിന്റെ മുന്നേ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് ഞാന്, ഡെയ്സിൻ, തമന്ന അങ്ങനെ കുറെ പേര് സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും ചെയ്യേണ്ടി വരുമോ? വേണ്ട,
അത് ചെയ്താൽ മതി അല്ലേ? അപ്പൊ മതി മതി. അതിന്റെ ആ റിപ്പോർട്ട് അതിന്റെ എഴുതിയാൽ മതി. അതിന്റെ റിപ്പോർട്ട് എഴുതി വെച്ചാൽ മതി. ഞാൻ ഓക്കെ, താങ്ക് യു. എല്ലാവരോടും പെട്ടെന്ന് നിങ്ങൾ റിപ്പോർട്ട് എഴുതി വെക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ വൺസ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴേക്കും നിർത്തി പിടിച്ച് എഴുതുന്നതിലും നല്ലതല്ലേ ഒരു റിപ്പോർട്ട് ഒക്കെ ആയിരിക്കും. വൈവ സമയത്ത് പലപ്പോഴും പലരുടെ കയ്യിലും ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ടാക്കി വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ചെയ്തു പോകണമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവസാന നിമിഷം എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ല. പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വരുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതി വെക്കുന്നത് നല്ലത്. പിന്നെ അതിനൊരു മോഡൽ ഉണ്ട്, അതിനനുസരിച്ച് തന്നെ ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക, സെമിനാർ ആയാലും അസൈൻമെന്റ് ആയാലും. ഓക്കെ, ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റാത്തവര് ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത്, അതിപ്പോ ഒരാൾ എടുത്താണെങ്കിലും കുഴപ്പമില്ല, ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അത് എഴുതുക. ഓക്കെ, ഒരാൾ എടുത്തത് തന്നെ എഴുതാ പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർക്കുക, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ക്ലാസ്സിൽ നടന്നു. ഒരു കുട്ടി ചെയ്തതുപോലെ തന്നെ വേറൊരു കുട്ടി, നമ്മൾ ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ സാധനമല്ലേ കാണുന്നത്. ഒരു ടോപ്പിക് ഇടുമ്പോഴേക്കും ഇപ്പൊ ഞാൻ നോക്കിയാലും വേറൊരാൾ നോക്കിയാലും കാണുന്നത് ഒന്ന് തന്നെയല്ലേ. അപ്പൊ നമ്മൾ അത് നോക്കി അതുപോലെ തന്നെ നമ്മൾ എഴുതി വെക്കുകയോ വരച്ചു വെക്കുകയോ ചെയ്യും. എന്റെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു ഭയങ്കര ഒരു പ്രശ്നം ഒരു ക്ലാസ്സിൽ. ന്യൂ ബാച്ചുകളാണ്, അവർക്ക് അറിയില്ലല്ലോ കോപ്പി. അവർ നല്ല കാര്യമല്ലേ, നമ്മളൊരാൾ ഫോളോ ചെയ്തതല്ലേ. കോപ്പി അടിച്ചു എന്ന് എന്നെ പറഞ്ഞു എന്ന് ഒരു കുട്ടിക്കാരൻ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടപ്പോ. ഐ ജസ്റ്റ് റെസ്പെക്ടിങ് ഹർ ഫീലിങ്സ്. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര വിഷമം തോന്നി അത് കേട്ടപ്പോ. അതറിയില്ല, അവർക്ക് ആ മെത്തേഡ് ആയി വരുന്നേണ്ടുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ആദ്യത്തെ മോഡ്യൂളിലെ പാർട്ട് 1. പിന്നീടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് അടുത്തതൊക്കെ വരുമ്പോഴേ അവർ അതിലൂടെ പോകുള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും ആള് ആ ഒരു ബാച്ചിൽ എന്റെ ഫോൺ നമ്പർ ഇല്ല. അപ്പം ഓഫീസിൽ വിളിച്ച് എന്നോട് ഈ കാര്യം, പക്ഷെ വിഷമം കാരണം ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഇത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് PG കഴിഞ്ഞ് B.Ed M.Ed ഉള്ള ആളാട്ടോ. എന്നോട് ഇത് ഷെയർ ചെയ്താലേ സമാധാനമുള്ളൂ. അപ്പം ഹോൾ ക്ലാസ്സിൽ പറയല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ ആൾക്ക്. അങ്ങനെ ക്ലാസ്സിൽ എന്റെ നമ്പർ ഓഫീസിൽ ചോദിച്ചപ്പോ അവര് പ്രൊവൈഡ് ചെയ്തില്ല, അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ ബാച്ചിന് കൊടുത്തിട്ടില്ല എന്ന് ഞാനും മറന്നുപോയി. അപ്പം പറഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം എന്റെ നമ്പർ കൊടുത്തു. വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കരയുക. ഞാൻ ക്ലാസ്സിൽ പറയാൻ കാരണം എനിക്കിത് പറയാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല ആ ദിവസങ്ങളായിട്ട് പാവം. അപ്പം എന്റെ പറഞ്ഞു, ഇത് എന്നെ പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല മാം, പക്ഷെ എനിക്കിങ്ങനെ സംഭവിച്ചു, ഞാനിങ്ങനെ ഇവിടെ കൂട്ടക്കരച്ചിടേണ്ട സാധ്യത. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മൾ കരയരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം പുള്ളിക്കാരി വെന്റിലേറ്റ് ചെയ്യുക, ആ വിഷമം മുഴുവൻ കരഞ്ഞു തീർക്കുവാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരാള്, മിസ് ഞാനാണ് പറഞ്ഞത്. അവിടെ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്തു, കാരണം ആ ഒരു ബോൾഡ്നെസ്, ഞാനാണത് പറഞ്ഞത്. പക്ഷെ ഞാൻ എഴുതിയതുപോലെ തന്നെ എഴുതി വെച്ചല്ലേ എന്നുള്ള ഉദ്ദേശത്തിൽ കക്ഷി പറഞ്ഞപ്പോ കോപ്പി ചെയ്തല്ലേ എന്നുള്ള ഇതായി പോയി. അത് അങ്ങനെ ഒരു മീനിങ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു തുറന്നു പറയാനായിട്ട് പറയാതെ, കാരണം എല്ലാവരുടെയും വീഡിയോ ഓഫാണ്. അപ്പൊ എന്നോട് തുറന്നു പറയാതെ വേണമെങ്കിൽ ഇരിക്കാലോ, മിണ്ടാതിരിക്കായിരുന്നല്ലോ. പക്ഷെ അപ്പൊ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ഞാനാണത് പറഞ്ഞത്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കാരണം എന്താന്ന് വെച്ചാല് B.Edനും M.Edനും ഇവർക്ക് പ്രോജക്റ്റുകൾ ഉണ്ട്. ഈ പ്രോജക്റ്റ് ഒരാള് ചെയ്യുന്ന മറ്റേയാളെ കാണിക്കില്ല. അത് വൈവ സമയത്ത് ഇവരുടെ മാർക്ക് കുറയ്ക്കുന്ന, ഒരേപോലെ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവയിൽ മാർക്ക് കുറയ്ക്കും. അതുപോലെ ഇവിടെയും ഇഷ്യൂ ആകുമോ എന്ന് ടെൻഷൻ. അതാണ് ഈ പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒരു കുറച്ചു നേരം കൂടെ അവരറിഞ്ഞെങ്കിൽ ഞാൻ അവരുടെ ഒപ്പം കരയാൻ തുടങ്ങിയാണ്. എന്തായാലും ഒരു കുട്ടി മാത്രമായിട്ട കാരണമുള്ളൂ. രണ്ടുപേരിങ്ങനെ ഒരു ഇത് വന്നു, ഒരു ചെറിയൊരു അവരുടെ കോഴ്സ് നിർത്തി പോവാനൊക്കെ തീരുമാനിച്ചു അത്രേ, വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുറച്ച് മെച്യൂറായ കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ജസ്റ്റ് +2 കഴിഞ്ഞ് പിന്നൊന്നും പഠിക്കാൻ പറ്റാതെ ഫാമിലി ലൈഫിലേക്ക് പോയി, അങ്ങനെ വീണ്ടും പഠിക്കണം, ടീച്ചർ ആവണം എന്ന് ആഗ്രഹം വന്നവര് ഈ ഗ്രൂപ്പിലെ ഈ പ്രശ്നം കണ്ടപ്പോഴേക്കും അവർക്ക് നിക്കണോ പോണോ എന്നുള്ള അവസ്ഥയായിരുന്നു. അവരുടെ കോഴ്സ് വേണ്ടാന്ന് വെച്ച് പോണോ, എന്താ ഈ പ്രശ്നം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് ആകെ അവരുടെ വിഷമം. അതങ്ങനെ എന്തായാലും പാവം കുട്ടികൾ. മാറ്റം അനിവാര്യമാണല്ലോ എല്ലാ കാര്യത്തിലും.
ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഗോൾഡാമർ ആൻഡ് കോക്കൻ കുറെ ഓതേഴ്സ് ഉണ്ട് പല ടോപ്പിക്സിനെ പറ്റി എഴുതിയിട്ടുള്ളവർ. അപ്പൊ ഇവര് സൂപ്പർ വിഷനെ കുറിച്ചിട്ട് ഏത് ബാച്ചാണ് മാം പറയില്ല. എന്താ ബാച്ചിൽ പോയി ചോദിക്കാനല്ലേ, ചേച്ചി കളിക്കാനാണോ? അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ പറയൂ. അല്ല അത് പിന്നെ ഞാൻ അപ്പൊ തന്നെ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാരും ലീവായ ആവാറായപ്പോഴാണ് ഞാൻ പോയത്. കാരണം ഇനിയിപ്പം എല്ലാരും പോയതിനു ശേഷം എന്നോട് നിങ്ങൾ പേഴ്സണലി പറയാനുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഞാൻ ലീവ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഓക്കെ മാം എന്ന് പറഞ്ഞ് കിട്ടിയപ്പോഴേക്കും ഞാൻ പോന്നു. അപ്പൊ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു, താങ്ക് യു സോ മച്ച് മാം, എനിക്ക് പറഞ്ഞു കഴിഞ്ഞ ഒരു ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞ ബി.എഡ് പോലെ നിങ്ങൾ കാണരുത്, നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, റെസിപ്രോക്കൽ ഹെൽപ്പാന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരാളെ സഹായിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം എനിക്ക് ആ ഒരു ഹെൽപ്പ് ഒരാളിൽ നിന്ന് കിട്ടി. ഒരു നീഡി ആയിട്ട് ഒരാൾ വന്നാൽ, അയാൾ തന്നെയാണെന്നില്ല വേറൊരാൾ വന്നാൽ എനിക്കത് റിട്ടേൺ ഗിഫ്റ്റ് പോലെ തിരിച്ച ഹെൽപ്പ് കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ള ഫീല് മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. അപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2 minutes ഉള്ളൂ. സോ അതിനകത്ത് ഗോൾഡാമർ ഈ കുറെ ഓതേഴ്സ് കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് സൂപ്പർവിഷനെ കുറിച്ച്. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കുറെ പേര് സൂപ്പർവിഷന് പല ഡെഫിനിഷൻസ് പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗോൾഡാമൻ ആൻഡ് കോഗൻ ഇവര് ഈ ടൈപ്പ് ഓഫ് സൂപ്പർവിഷനെ മെഡിക്കൽ സെറ്റിംഗ്സിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, മെഡിക്കൽ പ്രൊഫഷനിലാണ്. അതിൽ നിന്നും അവർ എടുത്തു എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ ഈ ഇന്റേണൽസ് അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് വരുമ്പോൾ അവർ കുറെ സീനിയർ ഡോക്ടേഴ്സിന്റെ ഗൈഡൻസിൽ അവർ പല കാര്യങ്ങളും ചെയ്യില്ലേ. അപ്പൊ സീനിയർ ഡോക്ടേഴ്സിന്റെ സൂപ്പർവിഷനിലായിരിക്കും അവർ പല കാര്യങ്ങളും ചെയ്തത്. അപ്പൊ മെഡിക്കൽ പ്രൊഫഷനിൽ നടക്കുന്ന ഒരു സൂപ്പർവിഷനാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ഗൈഡ് പോലെ ഒരാളുണ്ടാവും, ഒരു മെന്റർ ഉണ്ടാവും അല്ലെ, നമുക്ക് പല രീതിയിൽ സപ്പോർട്ട് തരുന്ന ഒരു മെന്റർ ടീച്ചർ ഉണ്ടാവും. പുതിയതായിട്ടൊരു ടീച്ചർ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മെന്റർ ടീച്ചർ അവിടെ കാണും. പിന്നെ പീർ കോച്ചസ്, ഒരേ ഗ്രൂപ്പിലുള്ളവർ, ഇപ്പൊ KG സെഷൻ മാത്രമാണെങ്കിൽ അതിൽ വരുന്ന കുറെ ടീച്ചർമാരുണ്ടാകും. അങ്ങനെ കൊളീഗ്സ് ആയിട്ടുള്ള കുറെ പേരുണ്ടാകും. അപ്പൊ ഇവരെല്ലാം ക്ലാസ് റൂം സക്സസ് ആക്കാൻ, അവരുടെ സ്വന്തം മാത്രമല്ല എല്ലാവരുടെയും ക്ലാസ് റൂം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടായി അവരെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യും. അതാണ് ഈ ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ വന്നത്. പിന്നെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ കുറെ നമുക്ക് അറിയാം, ഓരോ സൂപ്പർവിഷനും ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ പല മാറ്റങ്ങളും പല ഇംപ്രൂവ്മെന്റ്സും പല രീതിയിലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ ഒരു 5 സ്റ്റേജ് ഗോഡാമർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒബ്സർവേഷൻ. നമ്മൾ ഓൾറെഡി സൂപ്പർവിഷന്റെ ഒരു കാര്യമാണ് ഒബ്സർവേഷൻ, ഇവാലുവേഷൻ, അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നോക്കുക, ഒരു ടീച്ചർ ഒരു ജോബ് ചെയ്യുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുക, ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ഇനി അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന അടുത്ത സ്റ്റെപ്സ് എടുക്കുക, സ്ട്രാറ്റജി പ്ലാനിങ് അങ്ങനെയുള്ളത്. പിന്നെ അവരുമായിട്ടിരുന്നിട്ട് ഒരു മീറ്റിംഗ് കോൺഫറൻസ് പോലെ അങ്ങനെ നടത്തുക, അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ കോൺഫറൻസിൽ കൂടുതൽ ഐഡിയാസും സജഷൻസും ഗൈഡൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് നെക്സ്റ്റ് ടൈമില് വീണ്ടും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ടീച്ചറുടെ ജോബ് ചെയ്യുമ്പോൾ അത് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടോ, ടീച്ചർക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ, കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള പോസ്റ്റ് കോൺഫറൻസ് അതായത് ഫോളോ അപ്സ് നടത്തുക. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നുള്ള രീതിയിൽ ക്ലിനിക്കൽ സൂപ്പർവിഷനെ പറ്റി പറയുന്നുണ്ട്. നമ്മളുടെ ടെക്സ്റ്റില് ചില സൂപ്പർവിഷൻസ് വളരെ ചെറിയ പാരഗ്രാഫിലും ചിലത് കുറച്ച് കൂടുതലായിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി പോവാം. നമുക്ക് സ്റ്റേജ് ഞാനിപ്പോ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു. നെക്സ്റ്റ് ഡേയിൽ വേണമെങ്കിൽ ആ സ്റ്റേജസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരെങ്കിലും സെമിനാർ എടുക്കാൻ റെഡിയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ടോപ്പിക്, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു പോവാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് അവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല. എനിക്ക് സ്പീഡിൽ എടുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമില്ല. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. അതാണ് ഒരു കുഴപ്പം. ഓക്കെ ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഈ PG ക്ലാസ് എത്ര ഉണ്ടാവും? ഈ PG ക്ലാസ് ഇപ്പൊ നമുക്ക് ജൂൺ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്? 7th or 8th? ആ ഒരു സമയത്താണ്. മിക്കവാറും ജൂലൈ പകുതി ആകുമ്പോ തീർക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് മുന്നോട്ട്. കാരണം ഇപ്പൊ 3 ക്ലാസ്സസ് അല്ലേ. ഇപ്പൊ
ഇപ്പൊ ഡിപ്ലോമയിലെ ഇപ്പൊ ഇനി തേർഡ് മൊഡ്യൂളും കൂടെ എടുക്കാനില്ല. ആ ബുക്കിന്റെ ആ ഒരു വെയിറ്റ് കണ്ടിട്ട് ചോദിക്കുന്നതാട്ടോ. തേർഡ് മോഡ്യൂൾ നിറയെ ഉണ്ടല്ലോ, അതുകൊണ്ടാ. തേർഡ് മോഡ്യൂൾ പ്രാക്ടിക്കൽസ് ആണ്, മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. തേർഡ് മോഡ്യൂൾ വായിക്കാൻ എങ്ങാനും നോക്കിയിരുന്നോ? വായിക്കാനില്ല, അതിൽ കുറച്ച് പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടിച്ചു നോക്കിയപ്പോ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് ആണ്, ഡെമോൺസ്ട്രേഷൻ. നിങ്ങളുടെ വീട്ടിൽ 3 years തുടങ്ങി 6 years വരെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാം, അത് ഓരോ ഏരിയയിലും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 5 ഏരിയയാണ് ഓരോ പാർട്ടും. അത് തിയറി എക്സാം അല്ല, അത് നമ്മുടെ പ്രാക്ടിക്കൽസ് ആണ്, നമ്മുടെ വൈവ റിലേറ്റഡ് ആണ്. നമ്മളുടെ ആ ഒരു അപ്പാരറ്റസ്, മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചിട്ടുള്ളതാണ് തേർഡ് മോഡ്യൂള്. അത് ഇപ്പം നമ്മൾ ഇതെടുക്കുന്ന പോലെ ഒന്നും ഇലാബറേറ്റ് ചെയ്ത് ഫുൾ വായിച്ചു പോകുന്നില്ല. അതിലെ മെയിൻ കണ്ടന്റ്സ് മാത്രമാണ് പറയുള്ളൂ. ഈ ഒരു പാറ്റേൺ ആണ് മനസ്സിലായത്. നമ്മൾ വായിച്ച് ഓരോ സെന്റൻസിന്റെ മീനിങ് പറയുന്ന രീതിയിൽ ശരിക്കും നമ്മൾക്ക് മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയല്ല. ഞങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സർക്കിളിലിരിക്കും. നമ്മൾ ഓൺലൈനാണ്, നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചു തന്നെ ഇരിക്കുക. സർക്കിളിലിരിക്കും, ഞങ്ങളുടെ മാമും ഉണ്ടാവും. ചില സമയത്ത് ആൾ എണീറ്റ് പോകും, ആളുടെ ചെയറിൽ പോയിരിക്കും. ഞങ്ങൾ ആ ക്ലാസ് ലീഡ് ചെയ്യാറ്. ചില ദിവസം ആള് വരില്ല, കീ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും, ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും. കീ എടുക്കുന്നു, ഞങ്ങള് ക്ലാസ് റൂം തുറക്കുന്നു, ഞങ്ങൾ തന്നെ ക്ലാസ് എത്തും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ക്ലാസ്സിന്റെ രീതി. പക്ഷെ നമുക്കിപ്പോ ഓൺലൈനിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ക്ലാസ്സിൽ വരുന്നവരായിരിക്കില്ല പലപ്പോഴും വരുന്നത്. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ വല്ലപ്പോഴും ക്ലാസ് കാണുന്നവരുണ്ടാവും. അവർക്കൊന്നും പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു മെത്തേഡ്. പക്ഷെ ഞാൻ പകലത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പലപ്പോഴും 5 minutes 10 minutes ഒക്കെ ലേറ്റ് ആവും കേട്ടോ. ലേറ്റ് ആകുമ്പോൾ ഞാൻ അതിനനുസരിച്ച് കൂടുതൽ ടൈം എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, ഞാൻ വരുന്നത് നിങ്ങൾ നോക്കണ്ട, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. അപ്പൊ ഒരു പ്രെയർ തോട്ട് ഓഫ് ദി ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കും, ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ചിലപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും വന്ന് ഇത് ഫിക്സ് ചെയ്ത് കയറാൻ നോക്കുമ്പോൾ ക്യാമറ ഓൺ ആവില്ല. അപ്പൊ അതിന് കുറെ ഒരു അങ്ങനെയൊക്കെ സമയം കുറച്ചങ്ങ് പോകും. അപ്പൊ മിക്കപ്പോഴും MT 9-10 ബാച്ച് ചേർക്കാൻ പറ്റാറെന്ന് തോന്നുന്നു. അവര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലേറ്റ് ആയാലും നിങ്ങൾ തുടങ്ങും. ഞാൻ ചെല്ലുമ്പോഴേക്കും ഇവര് പ്രെയറും സൈൻ ഇൻ കഴിഞ്ഞ് തോട്ട് ഓഫ് ദി ഡേ എല്ലാം കഴിഞ്ഞ് അവര് റെഡി ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും മെത്തേഡ് വരുന്നത്. ഈ പറയുന്ന പോലെ ഫുൾ വായിച്ചു പോവൽ. നമ്മൾ ഇരുന്ന് ഒരാൾ വായിക്കും, എന്നിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായത്. ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയും കണ്ടന്റ്സും ഒക്കെ ആയിരുന്നു. ജസ്റ്റ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് വർത്ത് ആയിരുന്നു, ഇനഫ് ആയിരുന്നു. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയും. പിന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലെ സെമിനാർ ആയിരിക്കും, ചില ദിവസം ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും, റോൾ പ്ലേ ഒക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് 1 hour എല്ലാം കൂടെ പറ്റാറില്ല. പിന്നെ ഞാൻ സൺഡേസ് ആൻഡ് ഹോളിഡേ ബാച്ച് ആയിരുന്നു. റെഗുലർ ബാച്ച് ഉണ്ടായിരുന്നു, മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ടു ഈവനിങ് ഇരിക്കുന്ന ബാച്ച് ഉണ്ടായിരുന്നു. അവര് ചില ദിവസങ്ങളിൽ അവര് മാം എത്തിക്കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ മൂവിക്ക് പോകും. അങ്ങനെയൊക്കെ മാളിൽ പോവും, റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ പോകും, ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഇതൊക്കെ ഇതിന്റെ ഭാഗം. അങ്ങനെയാണ് ശരിക്കും. ഇപ്പോഴത്തെ ഓഫ്ലൈൻ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ എല്ലാം ക്ലാസ് റൂമിൽ തന്നെ ഉള്ള, മീൻസ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്താൽ അതിനകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ തോന്നുന്നു. മറ്റേത് അവരിങ്ങനെ, ഞങ്ങൾ മാളിലൊക്കെ പോയിരുന്നു കേട്ടോ. ഒരാഴ്ച ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ മാളിലൊക്കെ പോയി, രാവിലെ പോയി വൈകിട്ട് ലുലു മാളിൽ പോയിട്ട് തിരിച്ചു. ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇതില്, പക്ഷെ ഞങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ല. സൺഡേസ് അല്ലെ ട്രെയിൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ റെഗുലർ ബാച്ചുകാരെ ട്രെയിനിൽ പോയി അടുത്ത 2-3 സ്റ്റേഷൻ അങ്ങനെ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വരെയും പോയി തോന്നുന്നു, ആലുവയിൽ നിന്ന് കയറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനൊരു ഇതില്ല, ബട്ട് ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് ക്രോസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പോ കാരണം ചിലര് വിചാരിക്കും ഇങ്ങനെ ടെക്സ്റ്റ് മുഴുവനും അങ്ങനത്തെ രീതിയിൽ പോകണം, അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ സാറിനോടൊക്കെ പറയും ടെക്സ്റ്റിൽ ഇത്രയും കവർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, പക്ഷെ കുറെ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം വെച്ചാല് നമ്മൾ അത് ഫുള്ളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പലതും പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നുണ്ട്. കുറെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ആ റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാനോ ഡിസ്കസ് ചെയ്യാനോ പറ്റാറില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ്
ക്ലാസ് റൂമിൽ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്വയം മനസ്സിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യും. യെസ്, ഞാൻ അന്ന് ഇങ്ങനെ ഒന്നുകൂടെ ചെയ്തത് നന്നായിരുന്നു, ഇനിയിപ്പോ അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അതൊക്കെ നടക്കും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് മിസ് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ റിലാക്സേഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെ കുറെ ബാച്ചില് കയ്യിൽ ഇങ്ങനെ ഓരോ ബാച്ചിൽ നിന്നും ഓരോരോ റിഫ്ലക്ഷൻസ് ആട്ടോ. ചില ബാച്ചില് അവർക്ക് പെട്ടെന്ന് ആ മെത്തേഡ്, അത് ആ ഒരു ടീമിന്റെ ഇതാണ്, പെട്ടെന്ന് അത് അവരുടെ ഉള്ളിലേക്ക് വരും. ചിലർക്ക് സമയം എടുക്കും. പിന്നെ ആയി കഴിയുമ്പോൾ ഭയങ്കര വൈബായിരിക്കും ക്ലാസ്. എനിക്ക് 8 ബാച്ചിൽ നിന്നാന്ന് തോന്നുന്നു 2-3 പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് അവർ പറഞ്ഞത് മുഴുവനും ഞങ്ങളുടെ ക്ലാസ്സിൽ ഭയങ്കര സപ്പോർട്ടാണ്, അങ്ങനെ ബാച്ച് മാറണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് ഒക്കെ വന്ന് അങ്ങനെയൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ടായിരുന്നു. ബാച്ചിൽ നല്ല സപ്പോർട്ടാണെന്നാണ് അവരെല്ലാരും തന്നെ പറഞ്ഞത്. അങ്ങനെ എല്ലാ ബാച്ചിലും അങ്ങനെ ഓക്കെ ഓക്കെ. ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഒരേ വൈബിലുള്ള ഒരു ഗ്രൂപ്പ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് മറ്റവരെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതല്ല, അവരെയും നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട സമയത്ത്. പിന്നെ പറയില്ലേ, നമ്മൾ ഒരാളോട് കാണിക്കുന്ന സ്നേഹം വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുതെന്നുള്ള രീതിയിൽ. ഇപ്പൊ നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് കാണിക്കുന്ന മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുതെന്ന് ആ ഒരു ഫീൽ വരണം, ഒരു വൺനെസ് വരണം. ചില കാര്യങ്ങളിൽ ഒരേ വൈബിലുള്ള ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ ദെൻ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വിചാരിച്ചു ജോളി ജോയിൻ ചെയ്തില്ലാന്ന്. എന്തുവാ? കല്യാണ തിരക്കൊക്കെ ഏതാനും ജോയിൻ ചെയ്തില്ലാന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കമെങ്കിലും ക്ലാസ് ഇടയ്ക്കെങ്കിലും ഒന്ന് കേറിയില്ലേ പിന്നെ അങ്ങ് ടച്ച് വിട്ടു പോവില്ലേ. അതിനുവേണ്ടി ഞാൻ PG ക്ലാസ്സിലോട്ട് കയറുന്നേ. ഇപ്പൊ ഞാൻ കൊട്ടാരക്കര എത്തിയോ? കൊട്ടാരക്കര എത്തിയില്ല, 2-3 ദിവസത്തിന് മുന്നേ എത്തത്തുള്ളൂ. കാരണം മോന്റെ ക്ലാസ് ഒക്കെ ഇല്ലേ, എന്റെ ക്ലാസ് മോന്റെ ക്ലാസ്, പിന്നെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ വാരിക്കൊണ്ട് പോകണ്ടേ എന്റേത്. പിന്നെ അതുപോലെ തന്നെ മോന്റെ ക്ലാസ് +2 അല്ലേ, ഒത്തിരി കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവന് ഒരാഴ്ച കൂടുതൽ എടുക്കരുതെന്നാ ഹെഡ്മിസ്ട്രസ് ഒക്കെ പറഞ്ഞത്. ഞാൻ പിന്നെ 2 ആഴ്ച വല്ലച്ചാദ്യം പറഞ്ഞു വെച്ചിരിക്കുക. +2 അല്ലേ. അവിടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പിറ്റേന്ന് വരാനിരിക്കുക. കാരണം ഇവിടെ 2 ദിവസം കൂടെ നിന്നിട്ടേ ബാംഗ്ലൂരിലോട്ട് പോകുന്നുള്ളൂ. കാരണം മോന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണ്ടേ, എല്ലാവരുടെയും കാര്യം നടക്കണ്ടേ മാം, ഒരു കാര്യം മാത്രം പോരല്ലോ. അങ്ങനെ വിചാരിക്കുന്നു. ദൈവം നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് തന്നപ്പോ നമ്മൾ ഇത് കളഞ്ഞു വിളിച്ചിട്ട് കൊട്ടാരക്കര തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, വലിയ മോനുണ്ട്, ഒരാവശ്യം നാളെ അവരവരുടെ ജീവിതങ്ങളാവും. ആരാ മുമ്പേ പോന്നേ പുറകെ പോന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഒറ്റയ്ക്കൊന്ന് വന്ന് നോക്കട്ടെ നമ്മുടെ ഫ്ലാറ്റ് എവിടാന്ന് അറിയാതെ പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. അല്ല അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തന്നെ വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. അവർക്കും അവരുടെ കാര്യങ്ങൾ നോക്കിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ റിസ്ക് എടുത്ത് നിൽക്കുക. ഇപ്പോഴാകുമ്പോ മക്കളുണ്ടല്ലോ കൂടെ. കുറച്ചുനാള് വലിയ മോൻ ഉണ്ടായിരുന്നു. വലിയ മോന് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലായിരുന്നു ജോലി. ഇപ്പൊ 10 മാസത്തോളം ആയുള്ളൂ ബാംഗ്ലൂരിൽ വർക്കിംഗ് ആയത്. ലീവ് ചെയ്തോളൂ. ഞാൻ ജോളിയെ കണ്ടപ്പോ ഒന്ന് വിശേഷം ചോദിച്ചേ ഉള്ളൂ. ഇവിടെ മെസ്സേജ് വന്നു, ഇനി ഒന്നും പറയാനില്ല. മാനേജ് ചെയ്യാൻ പറ്റട്ടെ, കല്യാണമൊക്കെ നല്ല ഭംഗിയാവട്ടെ. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു മാം.